നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതല്ലേ? ഞാനൊന്ന് വിളിച്ചിട്ട് വരാം. അമ്മ നന്നായി പ്രാർത്ഥിച്ചു. എന്റെ മനസ്സിലുള്ളത് മുഴുവൻ ആ ജഗദംബികയുടെ കാൽക്കൽ സമർപ്പിച്ചിട്ടുണ്ട്. ദേവി ഒരിക്കലും നമ്മളെ കൈവിടില്ലമ്മേ. അമ്മായി, ദേ കണ്ടു ആരൊക്കെയാ വരുന്നേന്ന്. ഇപ്പോഴാ മനസ്സിലായത് എന്നെ ഇങ്ങോട്ട് വരാൻ അനുവദിച്ചത് എന്തിനാണെന്ന്. ഈ അച്ഛനും മോളും കൂടെ ഇവിടെ എന്താ കാണിക്കാൻ പോകുന്നെന്ന് ആർക്കറിയാം. വെറുതെ ടെൻഷൻ ആവണ്ട. രാജപ്രതാപം വരട്ടെ, ഞാൻ സംസാരിക്കാം. നിങ്ങൾ അങ്ങോട്ടില്ലേ? എന്റെ ദേവി, എന്റെ പ്രാർത്ഥനയൊക്കെ വെറുതെ ആയോ? അമ്മ ഒന്ന് വെറുതെ ഇരിക്കേ, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞില്ലേ? ചേട്ടാ വേണ്ട, എന്റെ മോളുടെ വായിന്ന് എന്തൊക്കെയാ വീഴാൻ പോകുന്നെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ അകത്തോട്ട് പൊയ്ക്കോ, ഞാൻ സംസാരിച്ച് നോക്കാം. എന്താ ശോഭ ഇവിടെ നിൽക്കുന്നത്? അവിടെയല്ലേ കല്യാണ നിശ്ചയം? അതോ ചടങ്ങൊക്കെ വേഗത്തിലങ്ങ് കഴിഞ്ഞോ? അത് മുടക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന നിരാശ കൊണ്ടാണോ ഈ ചോദ്യം? ഇവിടെ എവിടെയോ ഒരുത്തന്റെ കല്യാണ നിശ്ചയം ഉണ്ടെന്ന് വെച്ച് ഞങ്ങൾക്ക് എന്താ അമ്പലത്തിൽ തൊഴാൻ വരാൻ പാടില്ലേ? ഓ, അപ്പോ തൊഴാൻ തന്നെ വന്നതാണല്ലേ? എന്റെ ഈ മോള് അമ്പലത്തിലും കയറി തൊഴും അല്ലേ? ശോഭ നല്ല സന്തോഷത്തിലാണല്ലോ. പിന്നെ ഞാൻ എടുത്തു വളർത്തിയ എന്റെ ഹരിയുടെ കല്യാണ നിശ്ചയാകുമ്പോ സന്തോഷിക്കാതിരിക്കോ? ഡാഡി, ഇവിടെ നിന്നിങ്ങനെ സംസാരിച്ച് സമയം കളയല്ലേ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. കല്യാണ നിശ്ചയം മുടക്കാൻ തന്നെ വന്നത്, സംശയമൊന്നും വേണ്ട. പ്രിയ, ഞാൻ അപ്പുറത്തോടൊന്ന് പോയി നോക്കിയിട്ട് വരാം. എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്നാ പറഞ്ഞേ. ശരി, വേഗം പോയി കാര്യം അന്വേഷിച്ചിട്ട് അമ്മ വരുന്നതിന് മുമ്പ് തിരിച്ചിങ്ങ് വാ. ശരി, വേഗം വരാം. ആ ഹരികൃഷ്ണനെ എവിടെയൊന്നും കാണാനില്ലല്ലോ. ഫോണിലാണ് പറയുന്നതെങ്കിലും ആ മുഖഭാവം ദൂരെ നിന്ന് കണ്ടാലേ മനസ്സിനൊരു തൃപ്തി വരൂ. പറഞ്ഞത് അവന്റെ മനസ്സിലേക്ക് ഏറ്റെന്ന് ബോധ്യപ്പെടണമല്ലോ. ഡാഡി, ആ വാട്ടർ ക്യാൻ കാരി പെണ്ണിനെ കാണുന്നില്ലല്ലോ. വലിയ ചുറ്റമ്പലമൊക്കെ ഉള്ള അമ്പലം അല്ലേ?
ഇവിടെ എവിടെയെങ്കിലും കാണും. ഞാനൊന്ന് നോക്കിട്ട് വരാം. ശരി മോളെ, നോക്കിട്ട് വാ. ഇത് എത്ര നേരമായി ഹരിച്ചേട്ടനെ തെരയുന്നു. എവിടെ പോയി നിൽക്കുകയാണാവോ? ആ ഒയ്യോ അമ്മ. ശ്ശോ. അമ്മ എന്നെ തെരഞ്ഞു നടക്കുന്നുണ്ട്. കണ്ടാ വലിയ കുഴപ്പാവും. പിടിച്ചവിടെ കൊണ്ടുപോയി ഇരുത്തു. പിന്നെ ചടങ്ങിന് മുമ്പ് ഹരിച്ചേട്ടനെ കാണുന്ന കാര്യം നടക്കില്ല. ഞാൻ നിന്നെ തിരഞ്ഞു നടക്കുന്നു, നീ മറ്റാരെയോ തിരയുന്നു. അതോ ഞാൻ ഇവിടെ വന്നെന്നറിഞ്ഞ് നീ ഒളിച്ചു നിൽക്കായിരുന്നോ? ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലാന്ന് പറഞ്ഞ നിനക്കും ഒരു പേടി അല്ലേ അതിരെ? പേടിയോ? മനീഷേ, നിനക്ക് തെറ്റി. ഇതുവരെ ഇല്ല, ഇനി ഉണ്ടാവേയില്ല. അല്പം തിരക്കുണ്ട്, പിന്നെ കാണാം. അങ്ങനെ അങ്ങ് ഓടിയാൽ എങ്ങനാ? പറഞ്ഞില്ലേ, എനിക്കൊരല്പം തിരക്കുണ്ട്, അതാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് കേൾക്കാനുള്ള ക്ഷമയുണ്ടാവോ? വേഗം പറഞ്ഞാ കേൾക്കാം. അതല്ല വലിച്ചു നീട്ടാനാണ് ഭാവമെങ്കിൽ സോറി, സമയമില്ല, ക്ഷമയും ഇല്ല. ശരി, 2-3 വാചകത്തിൽ പറയാം. അത്രയെങ്കിലും ക്ഷമ കാണിക്കണം. ശരി, പറ. ആതിരെ, ഞാൻ നിന്നെ വല്ലാതെ അപമാനിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷയും നീ എനിക്ക് തന്നിട്ടുണ്ട്. ഞാനതങ്ങ് ഏറ്റുവാങ്ങി. ശരി, ഞാനതങ്ങ് വിശ്വസിച്ചു. അതിലൊളിപ്പിച്ച പരിഹാസം ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നേ. ആതിര, നീ ഒരിക്കലും എന്റെ അമ്മ പറയുന്നത് വിശ്വസിക്കരുത്. സ്വന്തം അമ്മയെ കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായമുള്ള മകളെ ഞാൻ ആദ്യമായിട്ട് കാണുക. പിന്നെ ബാക്കി പറ. നിന്നോട് മധുരവാക്കുകളൊക്കെ പറഞ്ഞ് നാട്ടുകാര് മുഴുവൻ വെറുക്കുന്ന ആ ഹരികൃഷ്ണനെ നിന്റെ തലയിൽ കെട്ടിവെക്കാൻ ഒരുങ്ങി നടക്കുക എന്റെ അമ്മ. മഹാ അപകടകാരിയാ ആ ഹരി. ഒരു 1-ാം നമ്പർ സൈക്കോ ക്യാരക്ടർ. കാശെന്ന് വെച്ചാ അവന് ഭ്രാന്ത. തുടക്കം മുതലേ നിന്റെ പെരുമാറ്റം എനിക്കിഷ്ടായിരുന്നില്ല. എന്നുവെച്ച് നിന്റെ ജീവിതം നശിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് പറയുന്നതാ.